അമ്മേ ഫീസ് കൊടുക്കണം. നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ആരാടാ ഫീസ് ഊരിയത്? ലൈൻമാൻ തങ്കപ്പനാണോടാ? അതൊന്നുമല്ല, നാളെ കൊടുക്കാൻ മോനെ. ഇവന് ഫീസ് കൊടുത്തിട്ടേ ഒരു കാര്യമില്ല. കഴിഞ്ഞ പരീക്ഷയ്ക്കേ അവന് വട്ട പൂജയായിരുന്നു. അത് പിന്നെ എനിക്ക് ഡെങ്കിപ്പനി വന്നോണ്ടല്ലേ. എന്താ പന്നി വന്നെന്നോ? പിടിക്കാൻ പറ്റിയില്ലേ? പടക്കം വെച്ചാ മതി. മൈക്ക് സെറ്റ് കൊണ്ട് കിടന്ന് ചെവിയുടെ ഫീസ് പോയെന്നാ തോന്നണേ. അപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്കോ? അവൻ പഠിച്ചോളൂടി. ഇതിലിത്തിരി മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല. അടുത്ത പരീക്ഷയ്ക്ക് അവൻ 100 മാർക്ക് മേടിക്കും. അല്ലടാ മോനെ? ചെക്കൻ ഇങ്ങനെ കൊഞ്ചിക്കുന്നോണ്ട് അവന് മാർക്ക് കുറയുന്നെ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇങ്ങനെ പോയാലേ ഇക്കൊല്ലം അവൻ ജയിക്കുമെന്ന് തോന്നുന്നില്ല. ചേച്ചിക്ക് അസൂയ. അവളോട് പോകാൻ പറ മോനെ. മോൻ നന്നായി പഠിച്ചാ മതി. ശരി അച്ഛാ. ആ, എസ്റ്റേറ്റിൽ പ്ലാന്റിങ് തുടങ്ങുക. ഞാൻ പോട്ടെ. പൊറോട്ടയാണെങ്കിൽ എനിക്കും 2-3 വാങ്ങിക്കോടാ. ആനയെന്ന് പറഞ്ഞാൽ ചേനേനെ അച്ഛൻ കേക്കൂ. ആ പാൽക്കാരൻ ചെറുക്കനെ കണ്ടാ ഒന്ന് വരാൻ പറയണേ. ആ, അത് നന്നായി. ചിക്കൻ കൂട്ടിയിട്ട് കുറെ നാളായി. ആരാത്? ഞാനമ്മായി കുമാരൻ. നീ എന്തിനാണ് ഒളിഞ്ഞു നോക്കണേ? ഞാൻ വെല്ലിച്ചിന് വെറ്റിലേറെ വേണ്ടി വന്ന പുകലേം. ഓ, വെല്ലിച്ച ആ, ഉഗ്രൻ ഉഗ്രൻ. നീ വരുമ്പോഴാണ് എനിക്ക് നല്ല മണമുള്ള പുകയില കിട്ടുന്നത്. വെല്ലിച്ച, ഓ, എന്റെ മല്ലിയുടെ കാര്യം. എന്റെ മല്ലിയുടെ കാര്യം. നീ ധൈര്യമായിട്ടിരിക്കൂ. ഞാൻ ഏറ്റവും മല്ലിയുടെ കാര്യം. നീ ധൈര്യമായിട്ടിരിക്കൂ. നീ ഈ വേഷമൊക്കെ മാറ്റിയിട്ടേ ഒരു ഫാഷനൊക്കെ ആകണം. അത് നമ്മുടെ MGRനെ പോലെ. ശരി വെല്ലിച്ച. ഹലോ, ഞാൻ ശങ്കർ മഹാദേവൻ. കാര്യങ്ങൾ എവിടം വരെയായി? സാർ, ഞാൻ ശ്രമിക്കുന്നുണ്ട്. പറ്റിയ അവസരം ഒത്തുകിട്ടണ്ടേ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ അവിടെ എത്തിയിട്ട് 1 മാസത്തോളമായി. ഇനി വെച്ച് നീട്ടണ്ട. ഓക്കെ. ഋഷി, എണീറ്റേ. ആസനത്തിൽ സൂര്യൻ അതിക്രമിച്ച് കിടക്കാറായി. എന്നിട്ട് കിടന്ന് ഉറങ്ങണോ? എണീറ്റേ. കൊച്ചമ്മ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. തീരെ വയ്യ. ഇന്നലെ രാത്രി തുടങ്ങിയതാ. നല്ല പനിയും കുളിരും. നോക്കട്ടെ. ശരിയാണല്ലോ, ചൂടുണ്ടല്ലോ. ഞാൻ കൊച്ചമ്മയോട് പറയാട്ടാ. ആ വണ്ടിയുടെ ആക്കുലും എടുത്ത് അവിടെ ഇരിക്കുന്നു. എവിടെ? പറയാട്ടാ. തലയ്ക്ക് വല്ല പരിപ്പോ വല്ലോ ഒന്നുണ്ടോ? ഇല്ല അല്ലേ? നല്ല ചൂടുണ്ട്. എങ്ങനെ ആശുപത്രി പോകേണ്ടതായിട്ട് വരും. ഞാൻ പറയാം. ഋഷി എവിടെ? പനി പിടിച്ചെടുക്കാം മാഡം. തീരെ പറ്റിയല്ല. ഞാൻ കുറേ വിളിച്ചായിരുന്നു. എന്നാ ഹോസ്പിറ്റലിൽ പോകാൻ പറ. ശരി മാഡം.
പതിയെ. എന്തായാലും വലിയൊരു ആപത്തിന്നാണ് രക്ഷപ്പെട്ടത്. അതെ 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 സാധാരണ ചുരുത്തി വെച്ച് വണ്ടിയുടെ ബ്രേക്ക് പോയി കഴിഞ്ഞാൽ നേരെ കൊക്കയിലേക്കാണ് പോയി വീഴുന്നത്. കൊക്കയിൽ പോയാൽ ഒരു പൊടി പോലും കിട്ടിയില്ല. പിന്നെ നെറ്റിയിലെ മുറിവിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞ കാര്യമാക്കേണ്ട, സാരമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ ക്ഷീണവും മേലുവേദനയൊക്കെ ഒരു 2 ദിവസം റെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും മാറിക്കുള്ളൂ. ആ നമ്മുടെ തോട്ടത്തിലെ പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഉണ്ടാക്കിയതാ, നല്ലതായതിന്. എന്തായാലും ദൈവാധീനം ഉണ്ട്. അതെ 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 അല്ലെങ്കിൽ ഇത്രയല്ലായിരുന്നു. മട്ടും പാവം കണ്ട അങ്ങനെയല്ലോ തോന്നുന്നത്. പിന്നെ എങ്ങനെയാ? ഒരു മുതലാഴ്ചയുടെ ഗമയാ. ആ, അത് പിന്നെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ അങ്ങനെയായിരിക്കും. വാചം അടിക്കാതെ വന്ന് വണ്ടി കയറി. എന്നിട്ട് വേണം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. പറയട്ടടോ, അതൊരു രസമല്ലേ, അത് ഈ പ്രായത്തില്. അങ്ങനെ ഇപ്പൊ രസിക്കണ്ട. കേറാറാവുമ്പോഴേ ഞാൻ പറയാം. പറയണം, ഞാൻ കാത്തിരിക്കും. രണ്ട് ദിവസം കൂടി മതി. അത് മതിയോ? തീർന്നില്ല പിന്നെ നോക്കാലോ.